ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ നമ്മളെ മരത്തുമെന്ന് പോയി കുറച്ച് ഇരുമ്പിപ്പുളി പറിച്ച് കൊണ്ടുവന്ന് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ, മുളക്, ഉള്ളി, മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ കൂടിങ്ങാണ്ട് ചെറിയ ഉള്ളി കേട്ടോ കൂട്ടി അടിച്ച് കൊണ്ടുവന്നാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേശം നമുക്ക് വെള്ളം ചുറ്റി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തീ കത്തിക്കുക. നമുക്ക് ഇനി ഇതാണ് കേട്ടോ ഇരുമ്പിപ്പുളി നല്ലോണം തിളച്ച് വേവട്ടെ. വെന്തതിൻ്റെ ശേഷം നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് വേവിക്കാം. കേട്ടോ കറി നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. നല്ല ഇരുമ്പിപ്പുളിയൊക്കെ വെന്തു കണ്ടാ. വേണ്ട നല്ലോണം വെന്തിട്ടുണ്ട്. കറിക്ക് നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കറി നോക്കി പുളി പിയ്യേണ്ട ആവശ്യമില്ല. ഈ പുളി ഇട്ടാൽ പിന്നെ പുളി പിയ്യണ്ട. നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ വാരിയിട്ടേക്കാം. നല്ലോണം ഒന്ന് പറിച്ചൊന്നും കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. നല്ലോണം പറിച്ച് വേവട്ടെ. അടിപൊളി കറി റെഡിയായി മക്കളെ. രസം നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് പറിച്ചിക്കട്ടെ. ഞാനിതാ ഒരു വലിയ കയ്പങ്ങ എടുത്തിട്ട് ചെറുതായി അരിഞ്ഞു. പച്ചമുളകും കരിവേപ്പിലയും രസം ചെറിയൊരു വലിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചോറ്റിലേക്കുള്ളതാ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഇതാ രസം കടുക് ഇട്ടെടുത്ത് നല്ലോണം പൊട്ടി തെറിക്കട്ടെ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഇനി തട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ. കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്നാൽ തിളച്ച് വെന്ത് പദമൊന്നുമില്ല. നല്ല അടിപൊളി കറിയാണ്. ഓക്കെ അങ്ങനെ ഇതാ നമ്മളെ ഉപ്പേരി റെഡി, കറി റെഡി, ചോറ് റെഡി. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മറക്കരുത് പ്ലീസ്.